അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ എണീച്ച് ഫ്രഷായി ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഇപ്പോൾ ഹോസ്റ്റലില്ല, അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. സോ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എവിടെ വന്നു? അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇഡ്ഡലി കിട്ടുമില്ലയോന്ന്. ഫുഡ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇഡ്ഡലി നോക്കി വന്ന ഇതിന്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. നമുക്ക് നോക്കാം. ഗൈസ്, നമുക്കിപ്പോൾ ഇഡ്ഡലി കിട്ടിയില്ല. നമ്മൾ ഇനി അടുത്ത കട അന്വേഷിച്ച് പോവാം. എവിടെ കിട്ടും ഇഡ്ഡലി? കഴക്കൂട്ടത്തുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഇഡ്ഡലി എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, ദോശ എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. എന്ത് മനുഷ്യരാണ് നിങ്ങൾ? ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ദിസ് ഇസ് മൈ ഫ്രണ്ട് മിസ്റ്റർ ഗോകുൽ. സേ ഹായ് ഗോകുൽ. ഹായ്. അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിൽ കാണാം ഗൈസ്. ബൈ. ഗൈസ്, കടയിലെ ചേട്ടന്മാരൊക്കെ പറയാം 11 മണിയല്ലേ, ഇനി ഇഡ്ഡലി എവിടെ നിന്ന് കിട്ടാനാണ്. ആ ഒരു സങ്കടത്തിൽ ഞങ്ങൾ എന്തായാലും ആരീസ് പോയി അവിടെ കാണുമെന്ന് വിചാരിച്ചാൽ പോയെ. അവിടെ ചെന്നപ്പോൾ അവിടെയും കഴിഞ്ഞു. ഇഡ്ഡലി മോർണിംഗ് ആ ടൈമിൽ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കഴിയും എന്തായാലും ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. വിശപ്പ് സഹിക്കാൻ വേണ്ടി പെട്ടെന്ന് കയറിയിരുന്നു. കഴിച്ചപ്പോൾ ഇഡ്ഡലി കഴിക്കാമെന്ന് നമുക്ക് ഇഡ്ഡലി കിട്ടിയില്ല. പിന്നെ ആര്യാസ് ചെന്നപ്പോൾ നെയ് റോസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെയ് റോസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് റൈസ്. ഇന്ന് കുറേ പരിപാടികളുണ്ട്. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും. പിന്നെ നമുക്ക് എവിടെയൊക്കെ പോകണം? ലുലു മാളിൽ പോകണം. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പാസ്പോർട്ട് ഓഫീസിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷൻ ഉണ്ട്, അതിന് പോകണം. ഇന്നെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ വിജയം ഗൈസ്. നല്ല സുഡു സുഡു പിരമിഡ് പോലെ ഇരിക്കുന്ന നെയ് റോസ്റ്റ്. ഇഡ്ഡലി കിട്ടിയില്ലെങ്കിലും കിട്ടിയ ഗീ റോസ്റ്റ് അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഗീ വന്നിട്ടുള്ള ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇഡ്ഡലി പോയി ചോദിച്ചെങ്കിലും എനിക്ക് കിട്ടിയ ഗീ റോസ്റ്റ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു സോ ഗുഡ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി കൂടെ കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആര്യാസൊക്കെ കോഫി കുടിക്കണമല്ലോ. ദാറ്റ് വാസ് സോ ഗുഡ് കോഫി. അങ്ങനെ കോഫിയെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്തേക്ക് കുറേ കറങ്ങാനുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഇടാൻ പറ്റത്തില്ലല്ലോ. He is my best friend, guys. അപ്പൊ നമ്മളിപ്പോ ലുലുമാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലുമാളിൽ പോയിട്ട് വേണം എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ. വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ നമ്മളിപ്പോ എവിടെ പോകുന്നു? ലുലുമാളിൽ. കമ്പനി എങ്ങനെയുണ്ട്? നല്ലല്ലേ? അപ്പൊ നമുക്ക് സമയം തീരെയില്ല. 3 പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി ഗൈസ്. ഇത് കണ്ടോ? ഇതിന്റെ അമ്മ എനിക്ക് കാണിക്കണം. ഇതിന്റെ അമ്മ എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. അതില് അമ്മ ആ ഒരു ഫയലിനകത്ത് എനിക്കൊരു ഓയിന്റ്മെന്റ് കൊടുത്തു വിട്ടതാണ്. പക്ഷെ ആ ഓയിന്റ്മെന്റിന്റെ അടപ്പില്ലായിരുന്നു ഗൈസ്. അതെല്ലാം അതിനകത്തായി. അതിനൊന്നും നിർത്താതെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല ഗൈസ്. ലുലുമാളിലോട്ട് എപ്പോ പോകുന്നത്? അവിടെ അക്ഷയ സെന്റർ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പോയി നോക്കാം. അപ്പൊ ഓക്കെ, ഇനി ലുലുമാളെത്തി കാണാം അല്ലേ? എന്തേലും പറയാനുണ്ടോ? ഗൈസ്, എന്റെ ഡ്രൈവറാണ്. കുറച്ച് നേരത്തെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എനിക്ക് ഡ്രൈവറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഡ്രൈവർ മിസ്റ്റർ ഗോകുൽ. ഹലോ. നമുക്ക് ലോങ് ട്രാവലിന് പറ്റിയൊരു ഡ്രൈവറാണ് ഗൈസ്. നമുക്കൊരു ശല്യവും ഇല്ല. എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് നിർത്തി തരും. അതിന് എത്ര തിരക്കുള്ള സ്ഥലത്തേലും നമുക്ക് നിർത്തി തരും. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം.
എൻ്റെ ഫ്രണ്ട് തന്നത് അവള് കോളേജിൽ പോയി, അവളും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇന്ന് പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി എനിക്ക് പേടിയായി കഴിച്ചു. ഇങ്ങനെ പോയി ഒറ്റയ്ക്ക് കയറി പോയി സംസാരിക്കാൻ മുന്നേ എനിക്ക് നല്ല ധൈര്യമായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര പേടിയാണ്. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. മുന്നേ എനിക്ക് പേടിയില്ലായിരുന്നു, അതെന്റെ അമ്മയെടുത്ത് ചോദിച്ചറിയാം. ഇപ്പൊ എനിക്ക് പക്ഷെ പേടിയാണ്. ഇപ്പൊ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. നമുക്ക് പോയി നോക്കാം. ബൈ ബൈ. ഇപ്പൊ നമ്മൾ ലുലുമാളിൽ പോകുന്നില്ല, ലുലുമാളിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഹൈപ്പറിലൊക്കെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകും. ഗൈസ്, അങ്ങനെ ലുലുമാളിൽ ഫുൾ ക്രിസ്മസ് വൈബാണ്. അത് കഴിഞ്ഞ് നേരെ ഹൈപ്പറിലേക്ക് പോയി, കാരണം വിശപ്പാണല്ലോ എല്ലാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, ഹൈപ്പർ കയറിയിട്ട് നേരെ ഞാൻ സ്റ്റേഷനിൽ തന്നെ പോയിട്ട് അവിടെ പോയിട്ട് റാവുത്തർ ബിരിയാണി ഞാൻ അങ്ങനെ അവിടെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന എന്തോ കണ്ട, ഞാൻ അങ്ങോട്ട് അധികം നോക്കാറില്ല. ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഫ്ലേവർ, എനിക്ക് അല്ലാതെ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല, കാരണം ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മസാല ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങി. അതെനിക്ക് തോന്നുന്നു 500 ഗ്രാം സംതിങ് എന്താ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 200-നകത്ത് നിന്നു. അത് നല്ല വൃത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബിരിയാണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണം, സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കാറ് കൂടുതലും, കാരണം അതാകുമ്പം ഹെൽത്തിനും നല്ലതാണ്, നമുക്ക് റിഗ്രറ്റ് വരത്തുമില്ല. അത് കഴിഞ്ഞ് ഉപ്പിലിട്ട സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയി കിടന്ന് കറങ്ങി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങി. അധികം ഞാൻ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാറില്ല, പക്ഷേ ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ടതുള്ളതുകൊണ്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചു. നേരെ പോയി ഞാൻ കുറച്ച് കൺഫ്യൂഷനിലായി ബിരിയാണി ഓപ്പൺ ചെയ്ത് കഴിക്കും, എനിക്ക് ഇഷ്ടപ്പെടുമോ, കാരണം എനിക്ക് പെട്ടെന്ന് ചില ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ അതൊന്ന് കഴിച്ച് നോക്കി. ഇതിനകത്ത് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണാൻ മനസ്സിലാവും ഞാൻ എന്തോരം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, കാരണം ഞാൻ ഷോക്കായിപ്പോയി. അടിപൊളി ഫ്ലേവറാണ്. ഞാൻ റൂമിൽ വന്നിട്ട് ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ഫുഡാണ്. കാരണം ഞാൻ കഴിച്ച ബിരിയാണിയിൽ വെച്ചത് ബെസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ അധികം ബിരിയാണി കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇത് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ പെട്ടെന്ന് അതൊക്കെ കഴിച്ച് തീർത്ത്, കാരണം 3 മണിക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് അവിടെ എത്തണം. അങ്ങനെ അത് കഴിച്ചിട്ട് ഇറങ്ങി. കഴിച്ചപ്പോൾ ലുലുവിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോകണം. 3 മണിക്ക് നമുക്കവിടെ എത്തണം. സോ നമ്മളിപ്പോൾ ഇറങ്ങി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോപ്പർ ടൈമിൽ എത്താൻ പറ്റത്തുള്ളൂ. നമ്മൾക്ക് പെട്ടെന്ന് പോട്ടെ. നടന്നു, ഞാൻ നടക്കുവാ, നടക്കുന്നില്ല സംസാരിക്കുന്നേ. സൈഡിലും സ്റ്റുഡിയോയിലോ കയറണമെന്ന് പറഞ്ഞാൽ വന്നേ, പക്ഷേ നമുക്ക് സമയത്തിൻ്റെ എന്ത് പറയുന്നത് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഷോപ്പ് സ്റ്റോപ്പിലൊക്കെ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കണം എന്നുണ്ടായിരുന്നു, ടൈം ലിമിറ്റ് കാരണം എനിക്കൊന്നും പറ്റില്ല. സോ ഇനി വരുമ്പോഴത്തേക്ക് ആവട്ടെ. ഇനി പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഗൈസ്, ഇവിടെ നിന്ന് കയറാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കയറി വാങ്ങിക്കാം, എല്ലാം വാങ്ങിക്കാം. ഒരു തണിമതിന് 40 റുപ്പീസ്, പിന്നെ 36 കൊടുത്ത് 5 പീസ് വാങ്ങിയാൽ ചോദിക്കും. ശരിക്കും ചോദിക്കും. ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് വീണ്ടും വിഷം. അപ്പം ഞാൻ വാങ്ങിയ വാട്ടർമെലൻ കഴിക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡ്. എന്റെ കാര്യം ഇങ്ങനെ ഒരു കാര്യം ടെൻഷൻ വരാൻ പറഞ്ഞത് എന്റെ ടെൻഷൻ എന്റെ വിശപ്പ് കൂടും, അല്ലെങ്കിൽ തീരെ വിശപ്പില്ല. ഫൈനലി നമ്മൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് കയറി നോക്കണം. പുറത്തെത്തിയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എന്താവുമെന്ന്. പോയി നോക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് 3 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇപ്പോൾ വിളിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്, ഇഷ്ടംപോലെ ആൾക്കാർ. ഞാൻ ഇങ്ങനത്തെ പേടി എവിടേക്ക് വന്നവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഒറ്റയ്ക്ക് തന്നെ കയറണമെന്നൊരു പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പേടി. അമ്മയുടെ കൈയൊക്കെ പിടിച്ച് പോകുന്നതായിരുന്നു സുഖം പണ്ടൊക്കെ. അപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, വലിയ കൊച്ചായില്ലേ. ഇത് ചെയ്യുമോ ഗൈസ്? അതിനകത്ത് കയറിയിട്ട് എന്തോന്നും എനിക്കറിയത്തില്ല. വന്നിട്ട് ഞാൻ പറയാം. അപ്പം എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങി, ഇനി പോകണം. ഇനി എങ്ങോട്ടാണ് പോകുന്നത്?
ഇനി ഒന്നും കൂടെ ലുലുമാളിൽ പോകണം കഴിച്ച്. ഇപ്പോൾ വന്നപ്പോൾ ഒന്നും ആവശ്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഇനി ഒന്നും കൂടെ പോയിട്ട് ബാക്കി പറയാം. പോയിട്ടെ, ബൈ ബൈ. അങ്ങനെ ഹാപ്പി ആയിട്ട് എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. അയ്യോ, അപ്പം ഇനി ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇങ്ങനത്തെ റിസപ്ഷന് പോകണം. റിസപ്ഷനൊരു 5:30 ഒക്കെ ആ ഒരു ടൈമാകുമ്പോൾ പോകണം. വെട്ടുകാട് വെച്ചാണ് റിസപ്ഷൻ. അപ്പം അങ്ങോട്ട് പോകണം. കുറച്ചു നേരം പോസ്റ്റായി ഗൈസ്. പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഒറ്റയ്ക്കല്ലേ കയറാൻ പറ്റുമോ. ഞാൻ പേടിച്ചാ പോയെ, പക്ഷെ അവിടെ ചെന്ന് സൂപ്പറായിരുന്നു. ഇപ്പം നമ്മളിത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മളിപ്പോ തുമ്പ ബീച്ച് വന്നേക്കാണ് ഗൈസ്. ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കോഫിയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ വന്നു. അപ്പം ഇനി സൺസെറ്റൊക്കെ കണ്ട് നമുക്കൊരു കോഫി കുടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കോഫി കഴിച്ചിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് കോഫിയും ഒരു ബീഫ് പത്തലും 2 മുട്ട ബജിയാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് പത്തൽ കഴിക്കുന്നത്. ബട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിച്ചാൽ കോഫി എനിക്ക് ചായക്കാരും ഫേവറേറ്റ് കോഫിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ കോഫി എവിടെ പോലും കുടിക്കാറുള്ളൂ. അങ്ങനെ എപ്പോഴും കോഫി കുടിക്കാറില്ല. ബട്ട് എനിക്ക് പെട്ടെന്ന് മൂഡ് തോന്നുമ്പോഴത്തേക്ക് ഞാൻ കുടിക്കും. അങ്ങനെ ഇന്ന് ഞാൻ കോഫി കുടിച്ചു. ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ട് കൂടുതലും വന്നിട്ടുള്ള കഫേ ഇവിടെയാണ്. കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കാമാക്കാൻ പറ്റിയൊരു ആംബിയൻസാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു കോഫിയെ കുടിച്ച് കാമായിട്ട് ഇന്നത്തെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോ വരും വരെ ബൈ. ലവ് യു ഓൾ.